വിശദമായി ന്യൂസ് 18ലേക്ക്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കോഴിക്കോടെത്തും. കരിപ്പൂരിൽ നിന്ന് റോഡ് മാർഗം കോഴിക്കോടെത്തുന്ന പ്രധാനമന്ത്രി വിജയ് സങ്കൽപ് റാലിയെ അഭിസംബോധന ചെയ്യും. 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന റാലിയിൽ വടക്കൻ മേഖലയിലെ 9 സ്ഥാനാർത്ഥികളും അണിനിരക്കും. വയനാടിനെ കുറിച്ചുള്ള അമിത്ഷായുടെ പ്രസ്താവന വിവാദമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എന്തു പറയുമെന്നത് നിർണായകമാണ്. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ വാക്കുകളും രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുകയാണ്. വിവരങ്ങളുമായി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ടി ആതിരയും കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും ചേരുന്നു. ആദ്യം ആതിര, എപ്പോഴായിരിക്കും പ്രധാനമന്ത്രി വിമാനം കരിപ്പൂരിൽ എത്തുക? വിശദാംശങ്ങൾ എന്താണ്? ഏത് രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതും കരിപ്പൂരിൽ? അപർണ, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കരിപ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമിറങ്ങാൻ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. വിമാനത്താവളത്തിൽ നിന്ന് നരേന്ദ്രമോദി വിമാനത്തിൽ നിന്ന് ഇറങ്ങി നരേന്ദ്രമോദി കാറിലാണ് ഇപ്പോൾ കാണുന്ന വഴിയിലൂടെ കോഴിക്കോട് കടപ്പുറത്തേക്ക് വരിക. വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് മാധ്യമപ്രവർത്തകർക്ക് ആർക്കും തന്നെ ദൃശ്യങ്ങൾ എടുക്കാനുള്ള അനുവാദം സുരക്ഷാ സേനകൾ തന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് ഗേറ്റിനടുത്ത് നിന്നാണ് നരേന്ദ്രമോദി പോകുന്ന വഴിയിൽ നിന്ന് വേണം മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ എടുക്കാൻ. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് കനത്ത സുരക്ഷയാണ് കോഴിക്കോട് നഗരത്തിലും അതുപോലെ തന്നെ കടപ്പുറം വരെയുള്ള സ്ഥലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും എന്നിവർ കർക്കശ പരിശോധനകളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. 6:10 എത്തും എന്നാണ് നമുക്ക് നേരത്തെ ലഭിച്ച വിവരം. എന്നാൽ 6:20 ഈ നരേന്ദ്രമോദി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 6:20 കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുന്ന നരേന്ദ്രമോദി 6:45 കടപ്പുറത്ത് കോഴിക്കോട് കടപ്പുറത്ത് എത്തും. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി NDA സംഘടിപ്പിച്ച വിജയ് സങ്കൽപ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനുശേഷം 7:10 അവിടുന്ന് തിരിച്ച് 7:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മധുരയിലേക്ക് പോകും എന്നാണ് ഏറ്റവും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വിശദാംശങ്ങൾ